friends, എല്ലാവർക്കും ചാരമടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ അൺബോക്സിംഗ് പറഞ്ഞ ഒരു ഫോണിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ ഫോൺ എടുത്തിരിക്കുന്നത് Q3 മൊബൈൽസ് മീനങ്ങാടിയിൽ നിന്നാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള സാംസങ്ങിന്റെ Z Fold 2 5G എന്ന് പറഞ്ഞൊരു പുതിയൊരു മോഡലാണ്. ഒരു കിഡ്ലൈൻ മോഡലാണ്, ഒരു പുതിയ വെറൈറ്റി ആണ് ഫോണുകളിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പ്ലസ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാൻ വീട്ടിലേക്ക് എടുത്ത ഫോണാണ്. അപ്പോൾ ഇതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,50,000 റുപ്പീസാണ്. ഞാൻ അതിനാണ് വാങ്ങിയത്. സാംസങ് ഓൾറെഡി ഇതിൻ്റെ ഒരു ഫോൾഡ് 1 ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോൾഡിന് കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവർ രണ്ടാമത്തെ സെക്കൻഡ് ജനറേഷൻ ആക്കിയിട്ടാണ് ഇപ്പോൾ Z Fold എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡ്രോബാക്സ് ഒക്കെ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അത് നല്ലൊരു കവറാണ് വരുന്നത്. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റിലാണ് എൻ്റെ ഫ്രണ്ടിങ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ തന്നെ അവർ പറഞ്ഞേക്കുന്നത് ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ്, ഇൻട്രൊഡ്യൂസിങ് ഗാലക്സി Z Fold 2 5G എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ഗൈഡ് ലൈൻസും ഒക്കെ പറയുന്നൊരു കവർ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് സിം ഇജക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് വരുന്നുണ്ട് ഒരെണ്ണം, അതുപോലെ തന്നെ വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഫോൺ വരുന്നത്. നമ്മളുടെ കളർ എന്ന് പറയുന്നത് മിസ്റ്റിക് ബ്ലാക്ക് ആണ്, അല്ലാണ്ട് മിസ്റ്റിക് ബ്രോൺസിലും നമുക്കിത് അവൈലബിൾ ആണ്. ഞാൻ ബ്ലാക്കാണ് എടുത്തത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി ഇതിൻ്റെ ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് എന്തെല്ലാം നോക്കാം. അവരിനകത്ത് ചാർജർ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ വരുന്ന സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതും C ടൈപ്പാണ് വരുന്നത്, സാധാരണ ഫോൺസിൽ വരുന്ന പോലത്തെ അല്ല. അതുപോലെ തന്നെ ഡാറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ കേബിളും ഇതുപോലെ തന്നെ Z ടൈപ്പാണ് വരുന്നത്. രണ്ട് സൈഡും Z ടൈപ്പാട്ടോ. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇനി നമുക്കുള്ളത് ഇയർഫോൺസ് ആണ്. നമുക്ക് നോക്കാം. ഇയർഫോൺസിൻ്റെ അകത്ത് വരുന്നത് സാധാ ഇയർഫോൺസ് ആണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ അറ്റം Z ടൈപ്പാണ്. പഴയ ഫോൾഡിൽ ഇയർബഡ്സ് അവർ കൊടുത്തിരുന്നത്. നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ തന്നെ ഒരു കെയർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഗ്ലാസ് കൊടുത്തിരിക്കുന്നൊരു ഷീറ്റ്, അത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന OS എന്ന് പറയുന്നത് Android 10 ആണ്. അതുപോലെ തന്നെ റാമിന് 12 GB റാമാണ്. അതുപോലെ സ്റ്റോറേജ് 256 GB ആണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോറേജ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വലിയൊരു സ്ക്രീനാണ് ഇതിന്. ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേക്ക് 7.6 ഇഞ്ച് വലിപ്പമുണ്ട്. ഫ്രണ്ടിലുള്ള ചെറിയതിന് 6.2 ഇഞ്ചാണ്. രണ്ടും തന്നെ OLED സ്ക്രീനാണ് ഇതിന് വന്നേക്കുന്നത്. നമുക്കിനി ഇതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു സ്ക്രീനാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് പുറത്തും അകത്തും ഒരുപോലെ തന്നെ സ്ക്രീൻ വരുന്നുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത തന്നെ. ഇപ്പോൾ സാംസങ് ഇറക്കിയ ഫോൾഡിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഫോൾഡ്. ഇതിൻ്റെ മുന്നേ ഇറക്കിയതിൽ കുറേ ഡിഫക്ട്സ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അകത്ത് മെയിൻ ഒരു ഫീച്ചർ തന്നെ ഫ്രണ്ടത്തെ ഡിസ്പ്ലേ ആണ്. പഴയ ഫോൾഡിൽ ഇതിൻ്റെ ഡിസ്പ്ലേ വളരെ ചെറുതായിരുന്നു. അതിൽ നിന്ന് അവർ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് 4.6 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഇത് 6.2 ഇഞ്ചിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓപ്പൺ ആക്കാണ്ട് തന്നെ ഫ്രണ്ടിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. മറ്റേതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ആക്കിയാലേ പറ്റുള്ളായിരുന്നു. ഫ്രണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് വീഡിയോസ് കാണാനാണെങ്കിലും എന്താണെങ്കിലും തന്നെ ഈ ഒരു മോഡ് നല്ല അടിപൊളിയാണ്. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് നല്ല വൈഡായിട്ടുള്ളൊരു സ്ക്രീനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ പറയാനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അൾട്രാ തിൻ ഗ്ലാസ് ആണ്. അതുകൊണ്ടാണ് ഇത് ഫോൾഡബിൾ ആവുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫോൾഡിൽ അവർ യൂസ് ചെയ്തിരുന്നത് പ്ലാസ്റ്റിക് ആയിരുന്നു. അതിൻ്റെ അകത്ത് ഭയങ്കര ഡ്യൂറബിലിറ്റി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ജനറേഷൻ ആക്കിയപ്പോഴത്തേക്ക് അവർ നന്നായിട്ട് അതിൻ്റെ അകത്ത് ഒരു തിൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡ്യൂറബിലിറ്റി കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ള പ്രത്യേകിച്ച് ഒരു കാര്യം, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട്. വെയിറ്റ് കൂടുതലാണ്. നമുക്ക് ഒത്തിരി ഹാൻഡിൽ ചെയ്യാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ഫോണ്. ഇനി ഇതിൻ്റെ അകത്ത് ആകെ ഒരു പോർട്ടാണ് വരുന്നുള്ളൂ. ആ ഒരു പോർട്ടിലാണ് നമ്മൾ സിം ഇടുന്നത്. അല്ലാണ്ട് പിന്നെ നമുക്കൊരു സിം യൂസ് ചെയ്യണമെങ്കിൽ ഈ സിമ്മായിട്ടാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മൈക്രോ SD കാർഡ് സ്ലോട്ടൊന്നും വരുന്നില്ല. അത് ഒരു പ്രശ്നമായിട്ടുള്ളത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ക്യാമറയാണ് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം. ഇതിൻ്റെ അകത്ത് 3 ക്യാമറ വരുന്നുണ്ട്. പുറകിൽ 12 MB 3 ക്യാമറയും ഫ്രണ്ടിൽ 10 MB 2 ക്യാമറയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ മറ്റ് സാംസങ്ങിൻ്റെ അൾട്രാ 20 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ അത്ര പോരാ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. പിന്നെ നമുക്കിതിൻ്റെ ബാറ്ററി ലൈഫ് പറയുവാണെങ്കിൽ
10 hours ആണ് അവർ ഇതിനകത്ത് ബാറ്ററി ലൈഫ് പറയുന്നത്. ഒരാൾക്ക് ശരിക്കും അത്രയും തന്നെ മതിയാവും, നല്ലൊരു ബാറ്ററി ലൈഫ് ഇതിനവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ റിവ്യൂ ആയിട്ട് എനിക്കിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്, അതുപോലെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തത് ഇനിയും വേറെ വീഡിയോസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറെ അൺബോക്സിംഗ് വീഡിയോ ഫോണിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.